വായിക്കകത്ത് നമ്മൾ പല്ലിൽ കമ്പി ഇട്ടിട്ട് ടങ് റെസ്റ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു കമ്പി വായിക്കകത്തുനിന്ന് സോറി വായിക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നാവ് വന്നിട്ട് ഈ കമ്പ്യൂട്ടർ തട്ടുമ്പോഴത്തേനും നമുക്ക് ഫുള്ളായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അമേരിക്കക്കാർ മലയാളം പറയുന്ന പോലുള്ള ഈ സംസാരമാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് 2 ആഴ്ച കഴിയുമ്പോൾ റെഡിയാവും, സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ ശരിയാണ്, ഉറപ്പാണ് ഞാൻ വലിച്ചു കുറച്ച് കൂടെ കളയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് നല്ലൊരു വോയിസ് ഉണ്ട്, പക്ഷെ ആ ഒരു വോയിസിനെ ഞാൻ മിസ് ചെയ്യുന്നു ഇപ്പൊ വല്ലാണ്ട്. അപ്പം അത് എനിക്ക് പല്ല് നേരെ ആയാലും കുഴപ്പമില്ല, എന്റെ വോയിസ് എനിക്ക് തിരിച്ചു കാണാം. അത് തിരിച്ചു കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളുടെ വലിച്ചു പൊട്ടിക്കാൻ കളഞ്ഞിട്ട് പഴയ രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ഷമിക്കുക. പൂച്ച വന്ന് കസേര മാന്തുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കൊരു നോട്ടീസ് ഒരാൾ തന്നു. അപ്പൊ ഈ നോട്ടീസ് ഞാൻ കൈപ്പറ്റി, എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൈപ്പറ്റിയത്. പക്ഷെ ഇത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത്. 10 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ ഇതിന്റെ മണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ ഇത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ബിക്കോസ് 10 കോപ്പി എടുത്ത് വിതരണം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ, അങ്ങനെയുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് 10 കോപ്പി എടുത്ത് വിതരണം ചെയ്യാന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ചില മെസ്സേജുകളുണ്ട് വാട്സാപ്പിൽ വരുന്നത്, നിങ്ങളിത് 10 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവും, നിങ്ങൾ 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇങ്ങനെ പരിപാടികളുമായിട്ട് ഇറങ്ങിയിരിക്കുക ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീലിംഗ് ഉണ്ടാക്കി. രാവിലെ പള്ളിയിൽ പോയതിന്റെ ഒരു സുഖം അതൊക്കെ പോയി കിട്ടി. കേരളത്തിലൊക്കെ എന്താ സംഭവിക്കുന്നത്? കഞ്ചാവാണേലും മയക്കുമരുന്നാണേലും ഒക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ്, ഞാൻ വോയിസ് കേൾപ്പിച്ചത്, അതിൽ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഇവൻ പറയണ പകുതിയും കള്ളമാണ്. സീരിയസ്ലി പകുതി കൂടുതൽ ഇവൻ കള്ളമാണ് പറയണം. കാരണം ഞാൻ ഇന്നലെ ഇപ്പൊ തന്നെ ഇതിൽ ഓരോ ക്ലിപ്പിംഗ്സ് വരുന്നുണ്ട്, ഓരോരുത്തർ. ആ പെങ്കൊച്ചിന്റെ തല വീട്ടുകാരെ പോലും കാണിക്കാൻ പറ്റിയ രീതിയിൽ അടിച്ച് തകർത്തിട്ടാണ് അവൻ പോയത്. അത്രയും ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഒരാളെ കൊല്ലണമെങ്കിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, സ്നേഹം കൊണ്ടൊന്നും പറ്റൂല കേട്ടോ. അവൻ കഞ്ചാവ് ഉപയോഗിക്കൂല, അങ്ങനെയുള്ള ലഹരിയൊന്നും ഉപയോഗിക്കാത്ത ചെറുക്കനാണ് നാട്ടുകാരും വീട്ടുകാരെല്ലാവരും പറയുന്നത്. അപ്പം അവന് വൈരാഗ്യം തന്നെയാണ് ഇതിൻ്റെ കാര്യം. കാരണം അല്ലെങ്കിൽ ഒരാളെ കൊന്നപ്പോഴത്തേക്ക് ആശാന് ഇത് കയറി, സ്പിരിറ്റ് കയറി, രക്തം കണ്ടപ്പോൾ ഉള്ള. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാത്തിനെയൊക്കെ തട്ടി. പെണ്ണിനെ തല അടിച്ച് നെറ്റി, അതെ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന പോലെ തന്നെ നെറ്റി അടിച്ച് കുഴിച്ചാണ് വെച്ചിരിക്കുന്നത്. തലയോട്ടി പൊട്ടി ഉള്ള എല്ലാം വെളിയിൽ വന്നു. അങ്ങനെ ഒരിക്കലും അവനെങ്കിൽ കഴുത്തരിച്ച് കൊല്ലാം, വിഷം കൊടുത്തു കൊല്ലാം. അവൻ്റെ വിഷമുണ്ട്, അവൻ കഴിച്ച വിഷത്തിൻ്റെ കുറച്ചെടുത്ത് ഒരുമിച്ച് ഞാൻ പോയാൽ അവൾ ഒറ്റയ്ക്കാവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇത് വെച്ചിട്ടാണ് അവൻ ആ തള്ളിയത് കേട്ടോ. എങ്കിൽ അവന് ആ കുറച്ച് ഒരു എന്തെങ്കിലും വല്ല ജ്യൂസിലോ എല്ലാത്തിലെ കലക്കി കൊടുത്താൽ പോരെ. ഇതൊന്നും അല്ല, ഇത് വേറെന്തര മൈരാണ്. ഈ ഒരു കാഴ്ചയെ കുറിച്ച് ചില മെയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതിയിടാവുന്നതാണ്. 2 ദിവസം കൊണ്ട് ഈ ഒരു സംസാര രീതിയിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി. ഇപ്പോൾ സേവ് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഐ ഡി എടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിലെ മെയിൽ ഐ ഡി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇമെയിൽ ഓപ്പൺ ആയത്, അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ ഐഡിയോ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താറുണ്ട്, നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.